അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും കൂടി എല്ലാ ദിവസവും ദേവാലയത്തിൽ വരണം. നമ്മൾ അങ്ങനെയല്ല. അച്ഛൻ ഓഫീസിൽ പോകും, അമ്മ അമ്പലത്തിൽ വരും, മോൻ ട്യൂഷൻ മാസ്റ്റർ എടുത്തിരിക്കും. കുഴപ്പം എന്തെങ്കിലും വന്നാൽ എല്ലാം ഭഗവാന്റെയും ഭഗവതിയുടെയും കുഴപ്പം. മിടുക്കെന്തെങ്കിലും വന്നാൽ അത് എന്റെ ഗുണം കൊണ്ടോ എന്ന് ചിന്തിക്കുന്ന അഹന്ത നമ്മെ തളർത്തി. ഭാര്യയും ഭർത്താവും കൂടെ ദേവാലയത്തിൽ വരില്ല, മക്കളും കൂടെ ദേവാലയത്തിൽ വരില്ല. സൈക്കിളെ നടക്കുന്നവൻ സ്കൂട്ടർ വാങ്ങിയ പിന്നെ അമ്പലത്തിൽ വരില്ല. അമ്പലത്തിൽ വരുന്നയാള്, സ്കൂട്ടറെ വരുന്നയാള് കാർ വാങ്ങിയാൽ പിന്നെ അമ്പലത്തിൽ വരില്ല. 50 കാറുകൾ ഉണ്ടാവും ഞായറാഴ്ച ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ മുന്നിൽ. രാവിലെ കുടുംബസഹിതമേ അവർ വരൂ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മണിക്ക് 100 കാറുകൾ ഉണ്ടാവും മുസ്ലിം ദേവാലയത്തിന്റെ മുന്നിൽ. നമ്മുടെ ആളുകളുടെ കാറൊക്കെ കാണണമെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ബാറിന്റെ മുന്നിൽ പോയി നോക്കിയാൽ മതി. ഓരോ ഭഗവാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച ഓരോ കാർ അവിടെ നിരന്ന് നടക്കുന്നത് കാണാം. എന്നിട്ട് പറയുമോ കരിയുണ്ടോ, തൊഴാറുണ്ടോ, എങ്ങനെ തൊഴണമെന്ന് അവൻ അറിയാമോ? നമ്മളൊക്കെ ശ്രീകോവിലിന്റെ മുന്നിൽ പോയി ദീപാരാധന കണ്ടു തൊഴാൻ നിൽക്കുമല്ലോ. ദീപാരാധനയ്ക്ക് തൊഴാൻ നട അടച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ണു തുറന്നോട് നിന്ന് സംസാരിച്ചോണ്ടൊക്കെ നിൽക്കും. ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ണം കടയ്ക്കും. എന്റെ ദേവി, ഞാനിങ്ങനെ വന്നേ ഉള്ളൂ, എനിക്കിത് കാണണ്ട, ഞാൻ ഇനി ഇത് കഴിഞ്ഞേ തുറക്കൂ. എന്നിട്ട് പുറത്തു പോയി പറയുമോ 18 കൊല്ലമായി ആ ക്ഷേത്രത്തിൽ പോയി ദീപാരാധന കണ്ടത് എന്നുള്ളത് യാതൊരു പ്രയോജനമില്ല. പരീക്ഷയിൽ കുട്ടി ജയിച്ചാൽ അവൻ പഠിക്കാൻ മിടുക്കനായതുകൊണ്ടും പരാജയപ്പെട്ടാൽ പഠിപ്പിച്ച അധ്യാപകൻ മോശമായതുകൊണ്ടും എന്ന് പറയുന്നത് പോലെ ദേവാലയങ്ങളെ കുറ്റം പറഞ്ഞവരല്ലേ നമ്മൾ? ദേവാലയത്തിൽ വന്നാൽ ദീപാരാധനയ്ക്ക് നട അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് നിൽക്കാൻ ആചാര്യന്മാർ പറഞ്ഞു. കണ്ണടച്ച് നിശബ്ദയായി ആ വിഗ്രഹത്തെ വിശേഷേണ ഉള്ളിൽ ഗ്രഹിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിരിക്കുന്ന പൊരുളാണ് അതിനുള്ളിൽ ഇരിക്കുന്ന എന്ന ചിന്തയോടെ. 25 പൈസയ്ക്ക് കിട്ടും വെളിയിൽ വാങ്ങിക്കാൻ ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും. ആർക്കും വേണ്ട. 25 പൈസയേ ഉള്ളൂ, ആർക്കും വേണ്ട. പ്രപഞ്ചത്തിലെ മുഴുവൻ ശാസ്ത്രത്തെയും തന്റെ ഉള്ളം കയ്യിൽ ഒതുക്കിയിരിക്കുകയാണ്. അഹം ബ്രഹ്മാസ്മിയിൽ തുടങ്ങി തത്വമസിയിലെത്തി പ്രകൃതി സ്വരൂപം ബ്രഹ്മയിലെത്തിയ പച്ച മലയാളത്തിലെ ശാസ്ത്രം ഒരൊറ്റ വീട്ടിലുമില്ല, വായിക്കാറുമില്ല. അരി അടുപ്പത്തിടുന്ന അമ്മ അരി വെന്തോന്നറിയാൻ എല്ലാ അരിയും എടുത്ത് പരിശോധിക്കണം. കലത്തിലെ എല്ലാ അരിയും എടുത്ത് പരിശോധിക്കണ്ട. തവിയിൽ കുറെ അരി എടുക്കും, തവിയിൽ വന്ന എല്ലാ അരിയും പരിശോധിക്കില്ല. ഒരു വറ്റെടുത്ത് 2 വിരലുകളുടെ മധ്യത്തിൽ വെച്ച് 1 കലം അരിയുടെ വേവറിയുന്നത് പോലെ ഈ പ്രകൃതിയെ മുഴുവൻ പഠിക്കാൻ നിന്നെ പഠിച്ചാൽ മതി എന്ന ശാസ്ത്രം ദേവാലയമാകുന്ന സർവകലാശാലയിൽ നിന്നാണ് ആചാര്യന്മാർ നമുക്ക് പകർന്നു തന്നത് എന്ന് നാളെ മുതൽ അനുഭവിക്കാനുള്ള ഉത്തരവാദിത്വം ഈ പ്രദേശത്തുകാർ ഏറ്റെടുക്കണം. ദേവാലയത്തിൽ വരുമ്പോൾ ദീപാരാധനയ്ക്ക് നട അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളും കണ്ണടച്ചുകൊണ്ട് നിൽക്കണം. ദീപാരാധനയ്ക്ക് നട തുറക്കുന്നതിന് മുൻപൊരു സിഗ്നൽ മണി പൂജാരി അടിക്കും. യൂണിയൻ പൂജാരി അല്ലെങ്കിൽ, തിരുവനന്തപുരത്തൊക്കെ ഇപ്പൊ പൂജാരിമാരിലും യൂണിയനുണ്ട്. ആ യൂണിയൻ പൂജാരി അല്ലെങ്കിൽ നട തുറക്കുന്നതിന് മുൻപൊരു സിഗ്നൽ മണി അടിക്കും. നട തുറക്കാൻ പോന്നു, തയ്യാറായി നിന്നോളൂ എന്നാണ് അർത്ഥം. അല്പം കഴിയുമ്പോൾ നട തുറക്കുമ്പോ കണ്ണിമ വെട്ടാതെ ദീപാരാധന കണ്ടു തൊഴണം. 3 ദീപം കൊണ്ടുള്ള ആരാധന, അത് കഴിഞ്ഞ് ധൂപം കൊണ്ടുള്ള ആരാധന, അത് കഴിഞ്ഞ് കർപ്പൂരം കൊണ്ടുള്ള ആരാധന, 9 ആരാധന. നവഗ്രഹങ്ങളെ സങ്കല്പിച്ച ശ്രീകോവിലിനുള്ളിൽ ഈ 9 ആരാധന നടക്കുമ്പോ കണ്ണിമ വെട്ടരുത്. കണ്ണുള്ളവരെല്ലാം കാണുന്നില്ലല്ലോ, ചെവിയുള്ളവരെല്ലാം ആ ചെവി കൊണ്ട് കേൾക്കുന്നില്ലല്ലോ, നാവുള്ളവരെല്ലാം ആ നാവ് കൊണ്ട് സംസാരിക്കുന്നില്ലല്ലോ. ആ ചെവിയെ കൊണ്ട് കേൾപ്പിക്കുന്ന, ആ കണ്ണിനെ കൊണ്ട് കാണിക്കുന്ന, ആ നാവിനെ കൊണ്ട് ചലിപ്പിക്കുന്ന ഒരു അത്ഭുത ശക്തിയെ മാത്രമേ നമ്മൾ പ്രാർത്ഥിച്ചുള്ളൂ. എനർജി എന്ന് വെച്ചാൽ ശക്തി. അതുകൊണ്ട് പ്രകൃതിയെ നമ്മൾ ശക്തി സ്വരൂപിണി എന്ന് വിളിച്ചു. കടലിനെ നോക്കി അമ്മയെന്ന് വിളിച്ചു, പ്രകൃതിയെ നോക്കി അമ്മേ ശക്തി സ്വരൂപിണി എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ജനനി ജന്മഭൂമിച്ച സ്വർഗാദപി ജരീയസി എന്ന് ലങ്കയിൽ നിന്നുകൊണ്ട് ലക്ഷ്മണനോട് രാമൻ പറഞ്ഞതും ആ മഹാസങ്കല്പത്തിന്റെ ആന്തര്യാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു. പെറ്റ അമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് അനിയ എന്ന് പറഞ്ഞത് ഈ സംസ്കാരത്തിന്റെ ശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ സ്കൂളിൽ സിലബസില്ല, കോളേജിൽ സിലബസില്ല. ഈ സംസ്കാരം എന്താണെന്ന് പഠിക്കാൻ നാളെ മുതൽ ഈ സർവകലാശാലയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ദേവാലയ സങ്കല്പം പഠിക്കണം. ആറ്റത്തെ പരമാണുവിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഏറ്റവും അവസാനം എനർജി ശക്തിയിൽ ചെന്നു നിൽക്കുന്നു എന്ന് പണ്ട് പറഞ്ഞപ്പോ ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയുന്നു എനർജിക്കും അപ്പുറത്ത് ഒരു പ്രകാശവലയമുണ്ടല്ലോ, ലൈറ്റ് വേവ്സ് ഉണ്ടല്ലോ എന്ന്. ഉണ്ട്. അത് പണ്ടേ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പ്രായമുള്ള അമ്മമാരൊക്കെ ദേവാലയത്തിൽ വന്ന് പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. പരമാണു ആറ്റം, പ്രകാശം ലൈറ്റ് വേവ്സ്. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും
പരമപ്രകാശമേ ശരണം നീ നിത്യം എന്ന് പ്രഖ്യാപിച്ച സംസ്കാരത്തിന്റെ ശാസ്ത്രം ദേവാലയത്തിൽ നിന്ന് പഠിക്കണം പ്രിയപ്പെട്ടവർ. അത് ഏറ്റെടുക്കാനും നിലനിർത്തുവാനുമുള്ള ഉത്തരവാദിത്വം നാം പങ്കിടുമ്പോ എല്ലാ ദിവസവും നാമം ജപിക്കുന്ന, എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുന്ന, എല്ലാ ദിവസവും ഈശ്വരീയ സങ്കല്പത്തെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ചു സമയം മാറ്റിവെക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഭാരതത്തിൽ ജീവിക്കാൻ അവസരം ലഭിക്കൂ. ലോകത്തിന് മുഴുവൻ മാതൃകയരുളിയ ഒരു മഹാസംസ്കാരം ഈ മണ്ണിലുണ്ട്. പ്രപഞ്ചം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ന് ഭാരതത്തിലേക്കാണ്. ലോകത്തിന് മുഴുവൻ ചൈതന്യമരുളുന്ന ഒരു സംസ്കാരം, ഒരു കുടുംബസങ്കല്പം, ഒരു ദേവാലയ ദർശനം, അതിന്റെ ശാസ്ത്രീയമായ ഒരു സമുച്ചയം ഈ മണ്ണിലുണ്ടെന്നറിയാവുന്നതുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന രാജാവിനെ അല്ല നമ്മൾ മാനിച്ചത്, പൂജിച്ചത്. രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് രാജാക്കന്മാർക്ക് നിർദ്ദേശം കൊടുത്ത ആചാര്യന്മാരെയായിരുന്നു.